ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയും അച്യുതനും തമ്മിലുള്ള മനോഹരമായ ഒരു സംഭാഷണത്തോടെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങുന്നത്. അച്ഛനോട് വർത്തമാനം പറയുന്നതിനിടയിൽ ഭൂമി പെട്ടെന്നൊരു കാര്യം പറഞ്ഞു. അച്ഛാ, നമുക്കിനി പുതിയൊരു വഴിയിലൂടെ യാത്ര പോയാലോ? മകളുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അച്യുതന് വലിയ സന്തോഷം തോന്നി. ഭൂമി അച്ഛനൊരു ഉമ്മയും കൊടുത്തു. മകളെ എപ്പോഴും സന്തോഷത്തോടെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന അച്യുതന്റെ മനസ്സും നിറഞ്ഞുപോയി. മകളുടെ മുഖത്ത് ഒരിക്കലും സങ്കടം വരുത്തരുതേ എന്നാണ് അദ്ദേഹം മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പുതിയ റൂട്ടിൽ യാത്ര പോകാനായി വണ്ടിയിൽ കയറി. എന്നാൽ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് പണി പാളിയത്. എത്ര ശ്രമിച്ചിട്ടും കാർ അനങ്ങുന്നതേയില്ല. എന്താ അച്ഛാ, വണ്ടി ഹർത്താൽ പ്രഖ്യാപിച്ചോ എന്ന് ഭൂമി തമാശയായി ചോദിച്ചെങ്കിലും അച്യുതൻ പുറത്തിറങ്ങി ബോണറ്റ് തുറന്നു നോക്കിയപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയോ ലീക്കായിരുന്നു. എന്നിട്ട് അത് കണ്ട് സങ്കടത്തോടെ അച്യുതൻ പറയുകയാണ്, ഇവൻ ചോര തുപ്പുന്നത് പോലെയാണല്ലോ മോളെ, ഇനി അധികം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛന്റെ ഈ വാക്കുകൾ കേട്ടതും ഭൂമിയുടെ നെഞ്ച് പിടഞ്ഞു പോയി. കാരണം അച്യുതന്റെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥയും വണ്ടിയുടെ അവസ്ഥയും തമ്മിൽ അവൾക്ക് ഒരുപോലെ തോന്നി. വണ്ടിക്ക് ആയുസില്ലെന്ന് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. കരഞ്ഞുകൊണ്ട് അവൾ അച്യുതനോട് ചോദിച്ചു, ഈ വണ്ടിയും നമ്മളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അച്ഛൻ പണ്ട് പറഞ്ഞിട്ടില്ലേ? അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. എന്നാൽ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അച്യുതന് കടുത്ത ചുമ വരികയും അയാൾ ചോര തുപ്പുകയും ഒക്കെ ചെയ്തു. അത് കണ്ടതും ഭൂമി ആകെ ഭയന്നുപോയി. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് അവൾ അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അച്യുതനെ അങ്ങനെ പുറത്തു നിർത്തിയിട്ട് ഭൂമി ഒറ്റയ്ക്ക് ഡോക്ടറെ പോയി കാണുകയാണ്. അച്യുതന്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്നും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നും ഡോക്ടർ ഭൂമിയോട് തീർത്തു പറയുന്നു. ഇത് കേട്ട് തകർന്നു പോയ ഭൂമിയാകട്ടെ തന്റെ നിസ്സഹായാവസ്ഥ ഡോക്ടറോട് തുറന്നു പറയുകയാണ്. ഓപ്പറേഷനായുള്ള പണം കണ്ടെത്താൻ അവൾ കയറി ഇറങ്ങാത്ത ട്രസ്റ്റുകളില്ല. പക്ഷെ ആരും അവളെ സഹായിക്കാൻ തയ്യാറല്ല. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഭൂമിയുടെ ഒരു ചെറിയ ചായക്കട കണ്ടിട്ട് അതൊരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഉണ്ടെന്നും അവൾക്ക് അതിൽ നിന്ന് വലിയ വരുമാനം ലഭിക്കുന്നുണ്ടെന്നുമാണ് എല്ലാവരുടെയും വിചാരം. തന്റെ സങ്കടങ്ങൾ പറഞ്ഞു കരയുന്ന ഭൂമിയെ ഡോക്ടർ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് സഹായം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ട്രസ്റ്റിനെ കുറിച്ച് പറയുകയും അവർക്കായി ഒരു റെക്കമെൻഡേഷൻ കത്ത് എഴുതി നൽകുകയും ചെയ്യുകയാണ് ഡോക്ടർ. അങ്ങനെ ആ കത്തുമായി പുറത്തു വരുന്ന ഭൂമിയാണ് പിന്നീട് കാണിക്കുന്നത്. താൻ എന്തിനാണ് ഇങ്ങനെ ചോര ഛർദ്ദിക്കുന്നതെന്നും തന്റെ അസുഖം എന്താണെന്നും അച്ഛൻ വളരെ പേടിയോടെ അവളോട് ചോദിക്കുന്നു. എന്നാൽ അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഭൂമി ആ വലിയ സത്യം അവിടെ മറച്ചു വെക്കുകയാണ്. വെറും ഒരു അൾസറിന്റെ തുടക്കമാണെന്നും ഉടനെ മാറിക്കോളുമെന്നും പറഞ്ഞ് ഭൂമി അച്ഛനെ ആശ്വസിപ്പിക്കുന്നു. ഭൂമി അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അച്യുതനും വലിയ സമാധാനമായി. ഓ, അൾസർ ആയതുകൊണ്ടാണല്ലേ ചോര വന്നത്, ഞാൻ വെറുതെ പേടിച്ചു എന്ന് പറഞ്ഞ് അച്യുതൻ സ്വയം ആശ്വസിച്ചു. തുടർന്ന് താനും ആ കാറും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ അച്യുതൻ പറയാനൊരുങ്ങുമ്പോഴേക്കും ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് നേഴ്സ് എത്തുകയാണ്. ഭൂമി വേഗം ഡോക്ടറുടെ റൂമിലേക്ക് പോയി. ഈ സമയം പുറത്തിരുന്ന അച്യുതന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. കാറിന്റെ സത്യങ്ങൾ മകൾ അറിഞ്ഞാൽ അവൾ തന്നെ വിട്ടുപോകുമോ എന്ന ഭയം അയാളെ ശരിക്കും വേട്ടയാടി. പഴയൊരു കാലത്തേക്ക് അച്യുതന്റെ മനസ്സ് സഞ്ചരിച്ചു. ഭവാനിയെ പറ്റിക്കാൻ വേണ്ടി നാടകക്കാരെ കൂട്ടി ഒരു വ്യാജ അപകട വീഡിയോ ക്രിയേറ്റ് ചെയ്തു അഭിരാമിയെ കാറിടിച്ച് ചോരയൊലിപ്പിച്ച് കിടത്തുന്നത് പോലെ ഷൂട്ട് ചെയ്ത് ഭവാനിക്ക് അയച്ചു കൊടുത്തതുമായ ആ വലിയ രഹസ്യം അച്യുതൻ ഓർത്തെടുക്കുകയാണ്. അച്യുതൻ ഈ ഓർമ്മകളിൽ ഇരിക്കുമ്പോഴാണ് ഭവാനിയുടെ ഗുണ്ട കത്തിയുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അച്യുതനെ തീർക്കാനായി അവൻ കത്തി ഓങ്ങിയതും ഡോക്ടറെ കണ്ടിട്ട് ഭൂമി അങ്ങോട്ട് ഓടി വന്നു. ഭൂമിയെ കണ്ടതും പിന്നെ ഗുണ്ട ഒന്നും അറിയാത്തതുപോലെ മാറി നിന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ അച്യുതന് കടുത്ത ക്ഷീണവും ശ്വാസമുട്ടലും ഒക്കെ അനുഭവപ്പെട്ടു. നടക്കം വയ്യാതെ ഇരുന്ന അച്ഛനെ അവിടെ ഇരുത്തിയിട്ട് ഭൂമി സ്കൂട്ടർ എടുക്കാനായിട്ട് പോയി. ഇതൊരു അവസരമായി കണ്ട ഗുണ്ട വീണ്ടും അച്യുതന്റെ പിന്നാലെ കൂടി. അവൻ അച്യുതനെ കുത്താൻ കത്തി ഓങ്ങിയ കൃത്യസമയത്ത് പക്ഷെ ഭൂമി സ്കൂട്ടറുമായി മുന്നിലെത്തി. ഇത്തവണയും ഗുണ്ടയുടെ പ്ലാൻ അങ്ങനെ പൊളിഞ്ഞു പോവുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഭൂമിയുടെ ചായക്കടയാണ്. കടയിൽ നല്ല തിരക്കാണ്. ഭൂമി ജോലിയുടെ തിരക്കിലുമാണ്. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഓർഡർ ചെയ്യുന്നത്. ഒരു 16 ബോണ്ടയും 16 ഉണ്ണിയപ്പവും വേണം എന്ന് പറഞ്ഞത് കേട്ട് ആ വലിയ ഓർഡർ കേട്ട് ഭൂമി ചോദിക്കുകയാണ്, എന്താ സാറേ, സ്റ്റേഷനിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? വിശേഷം എന്താണെന്ന് പിന്നാലെ പറയാമെന്ന് പറഞ്ഞ് പോലീസുകാരൻ ഭൂമി ഓർഡർ റെഡിയാക്കാൻ ഏൽപ്പിച്ചു. സ്റ്റേഷനിൽ വലിയൊരു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. പൂമാലയും മറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ CI വന്നിറങ്ങി. CIയെ കണ്ടതും ഭൂമി പതിവ് പോലെ കുശലാന്വേഷണങ്ങൾ തുടങ്ങി. എന്നാൽ ദേഷ്യത്തിലായിരുന്ന അജയ്, നീ നിന്റെ പണി നോക്കിയാൽ പോരെ, വെറും ഒരു ചായക്കടക്കാരി, കൂടുതൽ വിശേഷങ്ങൾ തിരക്കണ്ടാന്ന് പറഞ്ഞ് CI അങ്ങനെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ പൂച്ചെണ്ടും വലിയ സ്വീകരണവും നൽകി പോലീസുകാർ അദ്ദേഹത്തെ വരവേൽക്കുകയാണ്. ഒരുപാട് നാളായി കിടന്ന വലിയൊരു കേസ് തെളിയിച്ചതിന് സാറിന് ഈ സ്വീകരണം അർഹിക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് ഒരു പോലീസുകാരൻ, ഭൂമിയുടെ സഹായം കൊണ്ടല്ലേ ഈ കേസ് ഇത്ര വേഗം തെളിയിക്കാൻ കഴിഞ്ഞത്, അവളെ കൂടെ വിളിക്കാമായിരുന്നു എന്ന് പറഞ്ഞത്. ഇത് കേട്ടതും CIക്ക് ആകെ കലിയിളകി. എങ്കിൽ പിന്നെ ഒരു ചായക്കടക്കാരി സഹായിച്ചത് കൊണ്ടാണ് CI കേസ് തെളിയിച്ചതെന്ന് നിങ്ങൾ പത്രത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ടു. പക്ഷെ CIയുടെ ദേഷ്യം മാറ്റാനായി മറ്റൊരു പോലീസുകാരൻ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി വീണ്ടും CIയുടെ അടുത്തേക്ക് വരുന്നു. സാർ, വലിയൊരു കേസാണല്ലോ തെളിയിച്ചത്, എന്റെ ഒരു സഹായം
സഹായവും ഇല്ലാതെ സാറിന്റെ മിടുക്ക് കൊണ്ടാണല്ലോ ഇത് സാധിച്ചത് എന്നിങ്ങനെ ഭൂമി പറഞ്ഞെങ്കിലും CI ദേഷ്യത്തോടെ അവളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. നിനക്കിവിടെ എന്താണ് കാര്യം? ചായക്കടക്കാരി ഈ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് അജയ് ഭൂമിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആട്ടിപ്പായിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പോലീസുകാർക്കെല്ലാം വലിയ സങ്കടം തോന്നി. ഭൂമി പോയതിനു ശേഷം CIയുടെ കൂട്ടുകാരൻ അദ്ദേഹത്തെ ശകാരിക്കുന്നുണ്ട്. എടാ, നിന്റെ ഈഗോയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു ചായക്കടക്കാരി കാരണം വലിയൊരു കേസിന് വഴിത്തിരിവ് ഉണ്ടായി എന്ന് മറ്റുള്ളവർ അറിയുന്നത് നിനക്ക് നാണക്കേടാണല്ലോ. അങ്ങനെ കൂട്ടുകാരൻ ചോദിച്ചപ്പോഴാണ് അജയ്ക്ക് പിന്നീട് തന്റെ തെറ്റ് മനസ്സിലാകുന്നത്. താൻ ചെയ്തത് തെറ്റായി പോയെന്നും ഈ കേസ് തെളിഞ്ഞതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഭൂമിക്ക് തന്നെ ഉള്ളതാണെന്നും അജയ് സമ്മതിക്കുന്നു. ഭൂമിയോട് സോറി പറയാൻ പോലും അദ്ദേഹം തയ്യാറാവുകയാണ്. ഈ സമയം എല്ലാവർക്കുമായി ഭൂമി ചായയുമായി വരികയാണ്. സ്റ്റേഷനിലെ മറ്റു പോലീസുകാർ ഭൂമിയോട് CIക്ക് വേണ്ടി ക്ഷമ ചോദിച്ചെങ്കിലും കുഴപ്പമില്ല സാറേ, ഞാനാണ് ഓവർ സ്മാർട്ട് കളിച്ചത് എന്ന് പറഞ്ഞ് ഭൂമി അതൊരു തമാശയാക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ചായയുമായി CIയുടെ ക്യാബിനിലേക്ക് ഭൂമി ചെല്ലുന്നു. അവിടെ വെച്ച് അജയും ഭൂമിയും ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുന്നു. പിന്നീട് കേസ് തെളിയിച്ചതിന്റെ ക്രെഡിറ്റ് ഭൂമിക്ക് നൽകാൻ അജയ് ശ്രമിച്ചെങ്കിലും എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട സാറേ. പിന്നെ സാറിങ്ങനെ പാവത്താനെ പോലെ സംസാരിക്കുന്നത് കാണാൻ ഒരു രസവും ഇല്ല. സാറിന് ആ പഴയ ഗാംഭീര്യമുള്ള സംസാരമാണ് സാറിനെ കൂടുതൽ സുന്ദരനാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഭൂമി ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ചായ തണുത്തു പോകുന്നതിന് മുമ്പ് കുടിക്കാൻ പറഞ്ഞ് അവൾ അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ ലൈറ്റ് ആക്കുകയാണ്. ഭൂമി അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചതും അജയുടെ ഭാവം പെട്ടെന്ന് മാറി. അല്പം മുമ്പ് സൗമ്യനായി സംസാരിച്ച അജയ് പെട്ടെന്ന് കലിപ്പിലായി. ഷട്ടപ്പ്, ചായയും വെച്ചിട്ട് ഇറങ്ങിപ്പോടി, നീ ആരാണെന്നാണ് നിന്റെ വിചാരം എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് അജയ്. അജയുടെ ഈ പെട്ടെന്നുള്ള മാറ്റം കണ്ട് നമ്മുടെ ഭൂമിയാണെങ്കിലും ആകെ ഞെട്ടിധരിച്ചു പോവുകയാണ്.